ഞാനിന്ന് കാരപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് വിഷുവിൻ്റെ കാരപ്പുമായി കുറച്ച് നാളായി ഒന്നും ഉണ്ടാക്കാത്തത്, അതുകൊണ്ട് കാരപ്പ് ഉണ്ടാക്കുന്നത്. കാരപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ 3 കിലോൻ്റെ കാരപ്പ ഉണ്ടാക്കുന്നത്. 2 കിലോ അരിപ്പൊടി, 1 കിലോ മൈദ, അരിയും മൈദയും കൂടി ഞാൻ മിക്സാക്കിയത്. അത് നല്ലപോലെ അരിയും മൈദയും കൂടി മിക്സാക്കണം. അതാ 3 കിലോൻ്റെ അരി ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തു. 2 കിലോ അരി 1 കിലോ മൈദ. അതിൻ്റെ പുറം ഞാൻ 3 കിലോ വെല്ലം പാവ് കാച്ചിട്ട് നല്ലപോലെ അരിച്ച് കുറച്ച് തണിയാൻ വെക്കും. നല്ല ചൂടോട് ഞാൻ ഒഴിക്കില്ല. ഞാൻ 3 കിലോ കാരപ്പത്തിൽ ഒരു 50 എള്ള് ഇടുന്നുണ്ട്. എള്ള് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഇടാം. അമ്പത് എള്ളി ഞാൻ എടുത്തിന്. കറുപ്പ് കളർ കഴിയായിട്ട് മുടിഞ്ഞ ഇതിൻ്റെ കറുപ്പ് കളറുള്ളൂ. തേങ്ങ അധികം ചോപ്പിച്ചിട്ട ഇത് കാരപ്പത്തിന് പൊരിയുമ്പോൾ തേങ്ങയും പൊരിയും. അതുകൊണ്ട് ഞാൻ അധികം ചോപ്പാക്കില്ല, കരിഞ്ഞു. കുറച്ച് ഉപ്പിടുന്നുണ്ട് ഞാൻ. പൊടി പോവാം, നമുക്ക് ഇഷ്ടമില്ല ഏതാവും ഇങ്ങനത്തെ ചെയ്യാം. ഏലക്കായ്പൊടി ഇടിയ ഏലക്കായ്പൊടി. നല്ലപോലെ ഇളക്കുക. അധികം കട്ടി വേണ്ട. കാരപ്പത്തിന് അധികം കട്ടി ഉണ്ടായാലും നമുക്ക് ഉള്ളു പോകൂല. കുറച്ച് ലൂസാക്കുന്ന തന്നെയാണ് നല്ലത്. ആ വെള്ളവും പാവ് കാച്ചതും എല്ലാം കൂടി ഞാൻ കണക്കായിട്ട് കറക്റ്റായിട്ടാണ് ആക്കിയത്. ഒന്നും അധികമില്ല. പാകത്തിന് ലൂസാക്കിയാൽ 2 മണിക്കൂർ കൂടുതൽ വെക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും വേണം, എന്നാലും നമ്മൾ അപ്പം പൊന്തൽ. ഇതിൽ ചേർത്ത് ചേരുവകൾ ഒന്നും കൂടി പറയാം. 2 കിലോ അരി, 1 കിലോ തരക്കലരി, 1 കിലോ പച്ചരി ഞാൻ എടുത്തിന്, 1 കിലോ മൈദപ്പൊടി, 3 കിലോ വെല്ലം, ഏലക്കായി, ശകലം ഉപ്പ്, തേങ്ങാക്കൊത്ത് എല്ലാം കൂടി ഇട്ട് മിക്സാക്കിയിട്ട് 3 മണിക്കൂർ ഞാൻ വെക്കും. 3 മണിക്കൂറിന് ശേഷം ഞാൻ ചൂടും. ഞാൻ കാര്യം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് കാരപ്പം ഒഴിക്കാൻ പോകുന്നു. ഞാൻ വിറകടുപ്പിലാണ് വെച്ചിന്. വീടപ്പുറത്ത് പൊളിഞ്ഞതുകൊണ്ട് കാര വെക്കാൻ സൗകര്യം കുറവാണ്. ഗ്യാസിൽ വെക്കണമെങ്കിൽ ഗ്യാസിന് ചെറിയൊരു മണം, ഗ്യാസിൽ ലീക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്കൊരു പേടി. ഞാൻ പണ്ട് കാരപ്പം ചുടുമ്പോൾ പാണനെ കത്തിച്ചിട്ട് അങ്ങനെയാണ് ചുടുന്നത്.
ഇപ്പം റെഡിയായി. എൻ്റെ കാര്യത്തിൽ ഞാൻ പഴമൊന്നും കൂട്ടിയിട്ട, പഴം കൂട്ടിയാൽ പെട്ടെന്ന് മോശമാകും. അതുകൊണ്ട് പഴം ഞാൻ കൂട്ടാറില്ല. കാര്യത്തിൻ്റെ ടേസ്റ്റ് നോക്കുക.